യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശു നാമത്തിൽ ചെയ്യുവീൻ എന്നതിനെക്കുറിച്ചാണ്. കൊളോസ്സോസ് ലേഖനം 3-ാം അധ്യായം 17-ാം തിരുലിഖിതം. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു തന്നെ ചെയ്താലും അതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ഈ മണിക്കൂറിൽ ദൈവമായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം അതിൽ 32 മുതലുള്ള തിരുലിഖിതങ്ങൾ. പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ലിദായിലെ വിശുദ്ധരുടെ അടുക്കലെത്തി. അവിടെ അയനയാസ് എന്നൊരുവനെ അവൻ കണ്ടുമുട്ടി. അവൻ 8 വർഷമായി തളർവാദം പിടിപെട്ട് രോഗശയ്യയിലായിരുന്നു. പത്രോസ് അവനോട് പറഞ്ഞു, അയനയാസേ, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക. ഉടൻ തന്നെ അവൻ ചാടി എഴുന്നേറ്റു. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവനും സകല ജാതികൾക്കും പ്രത്യാശയായവനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഈ നിമിഷങ്ങളിൽ നമുക്കേവർക്കും ഒന്ന് ചേർന്ന് ഹൃദയം നുറുങ്ങി വിളിച്ച് അവിടുത്തെ ആരാധിക്കാം. യേശുവേ, 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 മരണത്തെ ജയിച്ചവനെ മനം നുറുങ്ങി യേശുവിനെ വിളിക്കുന്നു. മരണത്തെ ജയിച്ചവനെ കർത്താവായി അധിപതിയായി നാമത്തിന്റെ അഭിഷേകം, യേശുവിന്റെ നാമത്തിന്റെ അഭിഷേകം, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ക്ഷീണിതർ ശക്തി പ്രാപിക്കട്ടെ, വഴിയട്ടെ, അന്ധകാരം കോട്ടകൾ തകരട്ടെ, പൊട്ടട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, എല്ലാ വ്യാധികളും ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. യേശുവിന്റെ തിരുരക്തം ജീസസ് ക്രൈസ്റ്റ് നിറയട്ടെ. അത്ഭുത വിടുതൽ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. മകനെ, മകളെ, ഇത് അത്ഭുതമായ ദൈവശക്തി വ്യാപരിക്കുന്ന സമയം. ഹൃദയം നുറുങ്ങി യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സ്ഥാപനങ്ങളെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ തിന്മകളുടെ മേൽ യേശുവിന്റെ അത്ഭുത രക്തം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ക്ഷീണിതർ യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കട്ടെ. പൈശാചികം ബാധകളാൽ പീഡിപ്പിക്കപ്പെടുന്നവർ യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. മാറാ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, തകർച്ച, കുടുംബ തകർച്ച, പരാജയങ്ങൾ, തോൽവി, മനപ്രയാസം, സങ്കടം, മാനസിക രോഗങ്ങൾ, പലതരത്തിലുള്ള തിന്മയുടെ കുതന്ത്രങ്ങൾ, ശത്രുപീഡകൾ, അവ നിമിത്തം തളർന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശു നാമത്തിൽ ചെയ്യുക, ഇത് സ്ലീഹന്മാർ വഴി പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് നൽകുന്ന ഒരു പ്രത്യേക നിർദ്ദേശമാണ്. അവൻ്റെ നാമത്തിൽ ചെയ്യുക. കൊളോസ്സോസ് ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു തന്നെ ചെയ്താലും അതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഇഹലോക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക്, നമ്മൾ പറയുന്ന ഒരു വാക്കിന്, നമ്മൾ ചിന്തിക്കുന്നൊരു വിചാരത്തിന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ടാകണമെങ്കിൽ
വിലയുള്ള പ്രവൃത്തിയായി, വിലയുള്ള വാക്കായി, വിലയുള്ള ചിന്തയായി എൻ്റെയും നിങ്ങളുടെയും ചിന്ത മാറണമെങ്കിൽ സ്വർഗം ഇതാ ഇന്ന് നമ്മളെ തൊട്ട് വിളിച്ച് പറയുകയാണ്, നിങ്ങൾ അത് യേശുവിൻ്റെ നാമത്തിൽ ചിന്തിക്കണം. നിങ്ങൾ ആ പ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. നിങ്ങൾ യേശു നാമത്തിൽ സകല കാര്യങ്ങളിലും ഇടപെടണം. ഇതൊരു ദൈവ പൈതലിനുള്ള ദൈവരാജ്യ നിയമമാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ പരിശീലിക്കണം. മറ്റു നമ്മുടെ കുടുംബാംഗങ്ങളെ പരിശീലിപ്പിക്കണം. യേശുനാമത്തിൽ പറയാൻ, യേശുനാമത്തിൽ ചെയ്യാൻ, യേശുനാമത്തിൽ വ്യാപരിക്കാൻ നാം നന്നായി പരിശീലിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെക്കുറിച്ച് വിശുദ്ധ ലേഖനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. ഒന്നാമതായി നാം ഇതിനെക്കുറിച്ച് കാണുന്നത് എഫേസോസ് ലേഖനത്തിൽ 5-ാം അധ്യായം 20-ാമത്തെ തിരുലിഖിതത്തിലാണ്. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എഫേസോസ് 5:20. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന അർപ്പിക്കുമ്പോൾ, നന്ദി അർപ്പിക്കുമ്പോൾ, കീർത്തനങ്ങൾ അർപ്പിക്കുമ്പോൾ, പിതാവിൻ്റെ സന്നിധിയിൽ എന്തു തന്നെ അർപ്പിച്ചാലും, സ്വർഗത്തിൽ ചെന്ന് എന്തു തന്നെ നാം സമർപ്പിച്ചാലും അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അർപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശ്ലീഹ വഴി നിർദ്ദേശിക്കുകയാണ്. യേശു ക്രിസ്തു തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ദൈവമക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിങ്ങളൊരു പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് എങ്ങനെ സമർപ്പിക്കണമെന്ന് യേശു, ദൈവപുത്രനായ യേശു വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം, യോഹന്നാൻ 14:14, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. യേശു ക്രിസ്തുവിനോട് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കണം, അപ്പോൾ അത് ചെയ്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും യോഹന്നാൻ 14-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാനത് പ്രവർത്തിക്കും. അപ്പം യേശുവിനോട് ചോദിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കണം, പിതാവിനോട് ചോദിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കണം. പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി അപ്പോൾ തന്നെ ആ കാര്യത്തിൻ്റെ മേൽ ഇടപെടുമെന്ന് യേശു യോഹന്നാൻ 14-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പഠിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുലിഖിതം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തിയോടും ദൈവപുത്രൻ നേരിട്ട് കൊടുക്കുന്ന നിർദ്ദേശമാണ്, നിങ്ങൾ പിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കണമെന്ന് ദൈവപുത്രൻ തന്നെ പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാമത്തെ തിരുലിഖിതം, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഈ വചനങ്ങളിലെല്ലാം ദൈവപുത്രൻ ദൈവമക്കളെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ദൈവസന്നിധിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും ഒരിക്കലും കാലഹരണപ്പെടുന്നില്ല. അതിന് വിലയുണ്ട്. അത് അനശ്വരമായ പ്രാർത്ഥനയാണ്. ഒരു കാലത്തും മായ്ക്കപ്പെടാത്ത പ്രാർത്ഥനയാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ മറ്റൊരുവൻ്റെയും പേരിൽ പ്രാർത്ഥിക്കാൻ ദൈവവചനം നമ്മളെ അനുവദിക്കുന്നില്ല. ഈ ലോകത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, 2-3 പേർ
എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. അപ്പോൾ ദൈവജനം ഒരുമിച്ച് കൂടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടണമെന്ന് ദൈവപുത്രൻ പഠിപ്പിക്കുകയാണ്. എല്ലാ ആളുകൾ കുറേ അങ്ങോട്ട് കൂടിയെന്ന് വിചാരിച്ച് അവിടെ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം പഠിപ്പിക്കുകയാണ്, 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടണം. ഇന്ന് ക്രിസ്ത്യാനികൾ വെറുതെ ചളുക്കോ പുളുക്കോ എന്ന് പറഞ്ഞ് ഒരുമിച്ച് കൂടുന്നുണ്ട് പല സ്ഥലത്തും. അവിടെയെല്ലാം യേശു ഉണ്ടാകണം നിർബന്ധമില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെ യേശുവിൻ്റെ ആലോചന ലഭിക്കും. അവിടെ യേശുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. അവിടെ യേശുവിൻ്റെ നാമം വ്യാപരിക്കും. അവിടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ടാവും. അവിടെ യേശുവിൻ്റെ നാമത്തിൻ്റെ അതിശയങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുമിച്ച് കൂടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടണം. വീണ്ടും മർക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു വീണ്ടും പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യുമ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കണം. എന്തെങ്കിലും ചെയ്താൽ അത് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ തിരുലിഖിതം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരു പാത്രം വെള്ളം കൊടുക്കുകയാണെങ്കിൽ അത് സ്വന്തം നാമത്തിൽ കൊടുക്കാം, എല്ലാവരുടെയും നാമത്തിൽ കൊടുക്കാം. അതിനൊന്നും പ്രതിഫലം ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. വെള്ളം കൊടുക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. അതിനാണ് വിലയുള്ളത്. സ്വർഗത്തിൽ വിലയുണ്ടാകണമെങ്കിൽ, സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകണമെങ്കിൽ ഭൂമിയിൽ യേശുവിൻ്റെ നാമത്തിൽ നാം ഓരോ പ്രവൃത്തികൾ ചെയ്യണം. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം, ഒരു ശിശുവിനെ ഈശോ ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈശോ അവരോട് എല്ലാവരോടുമായി പഠിപ്പിക്കുകയാണ്. മർക്കോസ് 9:37, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു വ്യക്തിയെ സ്വീകരിക്കുമ്പോൾ, ഒരു ശിശുവിനെ ആകട്ടെ, ഒരു രോഗിയാകട്ടെ, ഒരു മഹദ്ദേഹത്തെ ആകട്ടെ, ഒരു വിശിഷ്ട അതിഥിയാകട്ടെ, ആരുമാകട്ടെ, ഒരു വ്യക്തിയെ സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരാൾ വന്നു, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഒരാൾ വന്നു, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ദൈവപുത്രൻ പഠിപ്പിക്കുകയാണ്, യേശുവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കുമ്പോൾ യേശുവിന് തന്നെയാണ് കൊടുക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ യേശുവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. നോക്കുക, പ്രവൃത്തിയുടെ ആ സ്വഭാവം തന്നെ മാറിപ്പോവുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രവൃത്തി അല്ലാതായി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ടാണ് കൊലോസ്സസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു തന്നെ ചെയ്താലും അതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എന്ത് ചെയ്താലും അതിന് വിലയുണ്ടാക്കുന്നത് അത് ആരുടെ നാമത്തിൽ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നാം നേർച്ചയിടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നേർച്ചയിടണം. നാം ആളുകളെ സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. നാം കൃഷി തുടങ്ങുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൃഷി തുടങ്ങണം. നാം കൊയ്തെടുക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൊയ്തെടുക്കണം. ആളുകൾ ഗിഫ്റ്റ് തരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. എന്തു തന്നെ ചെയ്താലും, വാക്ക് പറഞ്ഞാലും പ്രവൃത്തി ചെയ്താലും സകലതും യേശുനാമത്തിൽ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നേർച്ചയിടുമ്പോൾ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നേർച്ചയിടുന്നു. ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോൾ സ്വീകരിക്കാൻ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു പരിശീലനം എനിക്ക് ആവശ്യമാണ്, നിങ്ങൾക്ക് ആവശ്യമാണ്, നമ്മുടെ കുടുംബത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് അത് ആവശ്യമാണ്. ചെറുപ്പം തൊട്ടേ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞും പഠിപ്പിച്ച് കൊണ്ടുവരണം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഈ ഭൂമിയിലെ പ്രവൃത്തിക്ക് വിലയുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് യേശുവിൻ്റെ നാമത്തിൽ ചെയ്ത് ദൈവത്തിന് മഹത്വപ്പെടുത്തണമെന്നുള്ളത്. ഈ ഭൂമിയിലുള്ള ഒരു പ്രവൃത്തി ദൈവസന്നിധിയിൽ സ്വീകാര്യമാകാൻ നാം ചെയ്യേണ്ട അടുത്ത നടപടിയെക്കുറിച്ചാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായത്തിൽ 13 മുതൽ 15 വരെ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. ഇങ്ങനെയാണ് പറയേണ്ടത്: കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്തിൽ ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്, അത് പാപമാണ്. എന്താ ഈ വചനത്തിൻ്റെ അർത്ഥം? ഈ വചനത്തിൻ്റെ അർത്ഥം ഇതാണ്: ഇപ്പോൾ നിങ്ങൾ ഒരാൾ എന്നെ വിളിക്കുകയാണ്, അപ്പം ഞാൻ നിങ്ങളോട് മറുപടി പറയാണ്, ശരി ഞാൻ നാളെ വന്നേക്കാം. ആ വാക്ക് പാപമാണ് എന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒരാളെ അട്ടപ്പാടിക്ക് ക്ഷണിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ പറയാണ് ഞാൻ അടുത്ത മാസം 1-ാം തീയതി വന്നേക്കാം. അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? അതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി വരാം. ദൈവം അനുവദിച്ചാൽ നാളെ വരാം. ഇഫ് ഗോഡ് വിൽസ്. അറേബ്യൻ നാട്ടിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ, അറബികളുടെ ഇടയിൽ ചെന്നാൽ, മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ ചെന്നാൽ അവർ സംസാരിക്കുന്ന ഒരു രീതി ഞാൻ കേട്ടിട്ടുണ്ട്. ഇൻഷാ അള്ളാ, ഇഫ് ഗോഡ് വിൽസ്, ദൈവം അനുവദിച്ചാൽ വരാം. എന്തു പറഞ്ഞാലും അതിന് തൊട്ട് മുമ്പ് ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞിരിക്കും. ഇഫ് ഗോഡ് വിൽസ്, ദൈവം വിചാരിച്ചാൽ, ദൈവം അനുവദിച്ചാൽ ഞാൻ വരാം. അതാണ് യാക്കോബ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും പറയുമ്പോൾ നമ്മൾ ചാടി കയറി ശരി ഞാൻ വന്നേക്കാം, ശരി നമുക്ക് നാളെ ഇന്നത് ചെയ്യാം എന്ന് പറയരുത്. ഇഫ് ഗോഡ് വിൽസ് എന്ന് നാം പറയുന്ന ഓരോ വാക്കിൻ്റെ മുമ്പിൽ അത് വെച്ചിരിക്കണമെന്ന്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവത്തോടെ നാം പറയുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ശ്ലീഹായിലൂടെ പഠിപ്പിക്കുകയാണ്. വേറൊരു വാക്കി പറഞ്ഞാൽ ദൈവ ആശ്രയ മനോഭാവത്തോടെ വേണം നാം ഓരോ പ്രവൃത്തി ചെയ്യാനും ഓരോ വാക്ക് പറയാനും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനസ്സ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനസ്സിൻ്റെ ഒരു ഘടന ഞാനും നിങ്ങളും രൂപപ്പെടുത്തിയെടുക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. വീണ്ടും ഈ ഭൂമിയിൽ നാം ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വാക്ക് ദൈവസന്നിധിയിൽ വിലയുള്ളതാകാൻ അത് ദൈവ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. ഇതാണ് 3-ാമത്തെ കാര്യം. 1, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. 2, ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യണം. ദൈവം മനസ്സാകുന്നെങ്കിൽ വരാം, ദൈവം മനസ്സാകുന്നെങ്കിൽ ചെയ്യാം. ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യണം. 3-ാമത്തേതാണ് അത് ദൈവ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 31-ാം വാക്യം: അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുവീൻ. ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുവീൻ. ഇന്ന് ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാ? ദൈവമഹത്വത്തിന് വേണ്ടിയല്ല, സ്വാർത്ഥത കൊണ്ട്, അസൂയ കൊണ്ട്, ജഡപ്രകാരമുള്ള ശക്തി കൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവൃത്തികൾക്ക് ദൈവരാജ്യത്തിൽ വിലയില്ല. നാം മരിച്ചു വിടുന്ന് പോകുമ്പോൾ ജഡത്തിൻ്റെ ശക്തി കൊണ്ട് ചെയ്ത പ്രവൃത്തികൾക്ക്, അസൂയ കൊണ്ട് ചെയ്ത പ്രവൃത്തിക്ക്, സ്വാർത്ഥമോഹം കൊണ്ട് ചെയ്ത പ്രവൃത്തിക്ക് വിലയില്ല. അത് വൈക്കോലും പുല്ലും പോലെയാണ്. അഗ്നിശോധനയെ നേരിടുമ്പോൾ അത് കത്തിച്ചാമ്പലായി പോകും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം: എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. അസൂയ, സ്വാർത്ഥമോഹം, ജഡപ്രകാരമുള്ള ശക്തി, ഇതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളുടെ പേരാണ് ദുഷ്കർമ്മം. ദുഷ്കർമ്മം, പുല്ലും വൈക്കോലും, അത് അഗ്നിശോധനയെ നേരിടുമ്പോൾ കത്തിച്ചാമ്പലായി പോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഈ ലോകത്തിൽ നിന്ന് മരിച്ച് അഗ്നിശോധനയെ നേരിട്ട് പിതാവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ അവിടെ
സ്വർണം പോലെ തിളങ്ങുന്ന പ്രവൃത്തികൾ ഉണ്ടാകണമെങ്കിൽ ആ പ്രവൃത്തികൾക്ക് വേണ്ട 3 ക്വാളിഫിക്കേഷനാണ് ഇന്ന് പരിശുദ്ധാത്മ നമുക്ക് പറഞ്ഞു തരുന്നത്. 1, അത് യേശു നാമത്തിൽ ചെയ്യണം. 2, ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യണം. ദൈവം മനസ്സായാൽ ചെയ്യാം, ദൈവം മനസ്സായാൽ വരാം. ദൈവത്തിൽ ആശ്രയിച്ച് ഈഫ് ഗോഡ് വിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം, അതരങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് വേണം അത് ചെയ്യുവാൻ. 3, എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, 2 കരങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ ദൈവമേ, ഈ സമയത്ത് ഓരോ മകനെയും മകളെയും നയിച്ചുകൊണ്ടിരിക്കുന്ന ജഡപ്രകാരമുള്ള ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എല്ലാ പൈശാചിക പീഡകളും, പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിൽ പ്രവർത്തിച്ച് അതിൻ്റെ പരിണത ഫലമായി സ്വർഗത്തിൽ നിക്ഷേപമില്ലാതെ എല്ലാം വെറും പാഴ്വേലകളാക്കി കളയുന്ന, ലോകത്തിൻ്റെ വ്യർത്ഥ വാക്കുകളും വ്യർത്ഥ പ്രയത്നങ്ങളും ആക്കി മാറ്റുന്ന തന്നിഷ്ടപ്രകാരമുള്ള പ്രവൃത്തിയുടെ ആത്മാക്കളെ ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുലിഖിതം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യേശു ഈ ലോകം വിട്ട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശമാണത്. ഈശോ ഈ ലോകത്തിൽ പ്രബോധനങ്ങൾ നൽകിയപ്പോൾ കൽപ്പിച്ചിട്ടുള്ള നിരവധി സംഗതികളിൽ ഒരു പ്രധാന മേഖലയാണ് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം, യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടണം. ആ ഒരു അഭിഷേകം നമ്മുടെ മേൽ നിറയണം, അത് നമ്മുടെ മനസ്സിലും ആത്മാവിലും നിറയണം. യേശുനാമത്തിൻ്റെ അഭിഷേകം, യേശുനാമത്തിൻ്റെ ആ ഉന്നതമായ കൃപ, അതിനുവേണ്ടി ആഗ്രഹിച്ച് 2 കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും അങ്ങയുടെ നാമത്തിൻ്റെ അഭിഷേകം നിറയട്ടെ, യേശു നാമത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. നെറുക മുതൽ ഉള്ളങ്കാല് വരെ ഓരോ കോശങ്ങളിലേക്ക് യേശുവിൻ്റെ നാമം നിറയട്ടെ. നാഡീ ഞരമ്പുകളിലേക്കും രക്തധമനികളിലേക്കും മാംസപേശികളിലേക്കും യേശുവിൻ്റെ അത്ഭുതകരമായ നാമം നിറയട്ടെ. യേശു നാമത്തിൽ രോഗാണുക്കൾ നിർവീര്യമാകട്ടെ. യേശു നാമത്തിൽ ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശു നാമത്തിൽ ദുഃഖപീഠകൾ വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ കുറ്റം പറയുന്ന സ്വഭാവങ്ങൾ സൗഖ്യമാകട്ടെ. യേശു നാമത്തിൽ എല്ലാ തരത്തിലുള്ള ദുരദൃഷ്ടങ്ങളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. യേശു നാമത്തിൽ കുടുംബ തകർച്ച മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ പാരമ്പര്യ രോഗങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. യേശു നാമത്തിൽ കലഹപീഠകൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവ് നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സമാധാനം നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സന്തോഷം നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.